عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ സകലമായ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മരണം മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അന്ത്യമാണ്. എന്നാൽ മരണപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകളും ഒരേ രൂപത്തിലും ഒരേ അവസ്ഥയിലുമല്ല മരണപ്പെടുന്നത്. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അതിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസിയുടെ മരണവും, താന്തോന്നികളായി ജീവിക്കുകയും തന്നിഷ്ടപ്രകാരം ജീവിക്കുകയും ചെയ്ത ആളുകളുടെ മരണവും, അതേമാതിരി അവരുടെ ബർസഖി ജീവിതവും മാശറവും ഒക്കെ ഒരേപോലെയല്ല, എല്ലാം വ്യത്യസ്തമായ രൂപത്തിലാണ്. എന്നാൽ ഈ രണ്ട് വിഭാഗം ആളുകൾക്കും ഭൗതിക ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചുവെന്ന് വരാം. അള്ളാഹു റഹ്മാനാണ്, പരമകാരുണികനാണ്, എല്ലാവർക്കും കരുണയും ദയയും നൽകുന്നവനാണ് പടച്ച തമ്പുരാൻ. എന്നാൽ റഹ്മാൻ, പരമകാരുണികൻ എന്നുള്ള സ്വഭാവം മരണത്തോടെ അവസാനിക്കുകയാണ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ പ്രവർത്തന മണ്ഡലം അത് അവസാനിക്കുകയാണ്. പിന്നെ പരലോകത്തിലേക്കുള്ള പ്രയാണമാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് മരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മരണത്തോടുകൂടി അള്ളാഹുവിൻ്റെ എല്ലാവർക്കും കരുണ ചെയ്യുക എന്നുള്ള സ്വഭാവം അവസാനിക്കുകയാണ്. മരണാനന്തരം അള്ളാഹുവിന് കീഴ്പ്പെട്ടവർക്കും അനുസരിച്ചവർക്കും മാത്രമേ അള്ളാഹുവിൻ്റെ കരുണയും ദയയും ലഭിക്കൂ എന്നുള്ളതാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്. അം നജ്അലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർള് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അം നജ്അലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ നാം ആക്കുകയാണോ കൽ മുഫ്സിദീന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളെ മാതിരി. അം നജ്അലുൽ മുത്തഖീന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ നാം ആക്കുകയാണോ കൽ ഫുജ്ജാർ, തമ്മാടികളെ മാതിരി ആക്കുകയാണോ? ഇത് രണ്ടും ഒരേ മാതിരിയാണോ? ഒരിക്കലുമല്ല. അത് വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് അവർ രണ്ടുപേർക്കും മരണാനന്തര ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ്. ഏതായാലും മരിക്കുന്നതോടുകൂടി തന്നെ ഓരോ വ്യക്തിക്കും മനസ്സിലാകും ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ്, വിജയിച്ച വിഭാഗത്തിൽപ്പെട്ടവനാണോ പരാജയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവനാണോ എന്ന്. മരണസമയത്ത് രണ്ട് വിഭാഗത്തെയും രണ്ട് രൂപത്തിലാണ് മലക്കുകൾ അവരെ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യക്കനുസരിച്ച്
ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്ക് വലിയ പരിഗണനയാണ് പരലോകത്ത് ലഭിക്കുന്നത്. അവരെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, അവർ നഫ്സുൻ ത്വയ്യിബ, പരിശുദ്ധമായ ആത്മാവാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ പരിശുദ്ധ ആത്മാക്കളാണ്. ഇവരുടെ അടുത്തേക്ക് മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വരുന്നത് അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രക്ക് അവരെ ക്ഷണിക്കുവാനും അവരെ വരവേൽക്കുവാനും അവർക്ക് അവരുടെ റൂഹിന് അകമ്പടി സേവിക്കുവാനുമാണ്. ശുഭ്രവസ്ത്രധാരികളായ മലക്കുകൾ സുന്ദരന്മാരായ അവരുടെ വേഷത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ ഒരു പതിപ്പ് അവർക്ക് കാണിച്ചു കൊടുത്ത് സ്വർഗീയ പരിമളവുമായിട്ടാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിന് ആശ്വാസവും സമാശ്വാസവും സമാധാനവും ലഭിക്കുകയാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. മലക്കുകൾ മരണപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, സുഹൃതം ചെയ്ത ആളുകളുടെ അടുത്തേക്ക് മലക്കുകൾ എന്ന് പറയുന്നുണ്ട്, സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ, ഉദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ച സുഹൃതങ്ങൾ കാരണം, സൽക്കർമ്മങ്ങൾ കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ മടക്കയാത്രക്കുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുക. യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനത്തോടെ ജീവിച്ച, സമാധാനമടഞ്ഞ, സംതൃപ്തി അടഞ്ഞ, സായുജ്യമടഞ്ഞ ആത്മാക്കളെ, നിങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് പുറപ്പെടുക, മടങ്ങിക്കൊള്ളുക. റാളിയത്തൻ, നിങ്ങളെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ആളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, എൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ അവൻ്റെ ശരീരത്തിൽ നിന്നും അവർ വളരെ മൃദുലമായി പിടിച്ചെടുക്കുകയാണ്. കൂജയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് പോലെ മാവിന് റൊട്ടി ഉണ്ടാക്കാൻ കുഴച്ച മാവിൽ നിന്ന് ഒരു മുടി കുടുങ്ങിയാൽ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത്, അങ്ങനെ അതാണ് അവരുടെ ആത്മാവിനെ പിടിച്ചിട്ട് ആത്മാവുമായി ആകാശലോകത്തിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇയാൾ? അതിന് മലക്കുകൾ ആകാശലോകത്തു നിന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയുന്നുണ്ട്, ഇത് ഭൗതിക ലോകത്തെ ഇന്ന ആളുടെ മകനാണ്. നല്ല നാമം കൊണ്ട് അവരവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആകാശലോകത്ത് നിന്ന് അശരീരി ശബ്ദം കേൾക്കുകയാണ്, ഉക്തുബു കിതാബ് അബ്ദി ഫി ഇല്ലിയീൻ, എൻ്റെ അടിമയുടെ കർമ്മരേഖകൾ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക, അവനെ നിങ്ങൾ ഭൂമിയിലേക്ക്, അവൻ്റെ ആത്മാവിനെ നിങ്ങൾ ഭൂമിയിലേക്ക് മടക്കുക. കാരണം ഫഇന്നി മിൻഹാ ഖലഖതുഹും വമിൻ ഫീഹാ ഉഈദുഹും വമിന്നാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റ, അവിടെ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ ഖബറിടങ്ങളിലേക്ക് ആത്മാവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മടക്കുക എന്ന് പറയപ്പെടുമെന്നാണ്. മറുഭാഗത്ത് മ്ലേച്ഛമായ നഫ്സുൻ ഖബീസയായ മ്ലേച്ഛമായ ആത്മാവിൻ്റെ മരണമുണ്ട്. അത് വളരെ പ്രയാസകരവും ദുഃഖകരവുമാണ് എന്ന് വിവരിക്കുന്നുണ്ട് ഹദീസുകളിൽ. അവൻ ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകി തന്നെ പടച്ച റബ്ബിനെയും അവൻ അള്ളാഹുവിൻ്റെ മതനിയമങ്ങളെയും മറന്നുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുകയായിരുന്നു. മരണം ആസന്നമാകുമ്പോൾ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് അവൻ അവലംബി ആകുമ്പോൾ ആ അവസരത്തിലാണ് അവൻ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അവൻ ഓർക്കുന്നത് തന്നെ. ആ ഒരു സന്ദർഭത്തിലാണ് അവന് ഓർമ്മ വരുന്നത് ഇങ്ങനെ അള്ളാഹു ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അവൻ അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവേ, എൻ്റെ കാലം ഇങ്ങനെ കഴിഞ്ഞുപോയി, എനിക്കൊന്നും നല്ലത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി സമയം നീട്ടിത്തരണം എന്ന് അള്ളാഹുവിനോട് അവൻ അപേക്ഷിക്കുന്നുണ്ട് എന്നാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അള്ളാഹുവിനോട് അവൻ പറയുന്നുണ്ട്, പടച്ചവനെ, എന്നെ കുറച്ചും കൂടി അവധി തരികയാണെങ്കിൽ, അവസരം തരികയാണെങ്കിൽ ഞാൻ സുഹൃതം പ്രവർത്തിച്ചു കൊള്ളാം, നല്ലത് പ്രവർത്തിച്ചു കൊള്ളുവാൻ ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടവനായിക്കൊള്ളാം എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹു ഒരാൾക്കും തന്നെ അവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അത് നീട്ടിക്കൊടുക്കുന്ന കഷ്ടമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക,
നമ്മൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ ജീവിതത്തിൽ നമ്മളൊരു ബ്ലഡ് പരിശോധിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ കോശങ്ങൾ വളരുന്നുണ്ട് എന്നറിഞ്ഞാൽ, അത് 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അധികം ആയുസ്സില്ല എന്നറിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ നഷ്ടബോധമുണ്ടാകുമോ? പഠിച്ചോനൊന്നും ഞാൻ ചെയ്തില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒരു അവസരം കൂടി തരണമെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും അവസരം നീട്ടിക്കൊടുക്കുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂന. ഒരു നിമിഷം പോലും അള്ളാഹു നീട്ടിക്കൊടുക്കൂല. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക. ഇങ്ങനൊരു അവസരം വന്നാൽ അപ്പോൾ മരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്കതിലൊരു വിമ്മിഷ്ടമുണ്ടാവില്ല, കാരണം നമ്മൾ കർമ്മങ്ങൾ നല്ലതാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ മോശമായ ആത്മാവിൻ്റെ അടുത്തേക്ക് മരണാസന്നനായാൽ കറുത്തിരുണ്ട മുഖമുള്ള ഭീമാകാരങ്ങളായ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വന്ന് അവൻ കാണുന്നയിടത്ത് നിലയുറപ്പിക്കുമെന്ന് ഹദീസിൽ പറയുന്നുണ്ട്. പരുപരുത്ത ഒരു കരുമ്പടം അവരുടെ അടുക്കലുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഈ മയ്യത്തിന്, ഈ മരണാസന്നനായ ആൾക്ക് ഭയപ്പാടുണ്ട്, പേടിയാകുന്നുണ്ട്. അവസാനം മലക്കുൽ മൗത്ത് അസ്രായിൽ വന്ന് എൻ്റെ തലയുടെ ഭാഗത്തിരുന്ന് പറയുന്നുണ്ട്, അയ്യത്തു അന്നഫ്സുൽ ഖബീസ ഉഖ്റുജി ഇലാ സുഖ്തില്ല. അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് നീ മടങ്ങും. അതിന് മുതൽ നിനക്ക് അള്ളാഹുവിൻ്റെ കോപവും പാപവും ദേഷ്യവുമാണ് ലഭിക്കാൻ പോകുന്നത്, അത് നീ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അവൻ മരിക്കാൻ തയ്യാറാവുന്നില്ല. അവൻ്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പുറത്തേക്ക് വരുന്നില്ല. മലക്കുകൾ അവനെ പ്രഹരിച്ചുകൊണ്ടാണ് അവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഷേദികളായ ആളുകളെ മലക്കുകൾ അവൻ്റെ റൂഹിനെ പിടിക്കുന്ന, അവനെ വഫാത്താക്കുന്ന, മരണപ്പെടുന്ന സമയം മലക്കുകൾ അവരുടെ മുഖങ്ങളിലും പാർശ്വഭാഗങ്ങളിലും പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ റൂഹിനെ പിടിക്കുന്നത്. വൽമലായികത്തു ബാസിതു വൈദീഹിം അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. നിങ്ങളുടെ റൂഹിനെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുക, ഇന്നു മുതൽ നിങ്ങൾക്ക് നിന്ദ്യമായ, നീചമായ, നികൃഷ്ടമായ ശിക്ഷയാണ് ഉള്ളത്. വളരെ വേദനയോടുകൂടിയാണ് അവരുടെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കുന്നത്. ഹദീസിൽ വിവരിക്കുന്നുണ്ട്, കണങ്ങളുള്ള ഒരു ഇരുമ്പ് ദണ്ഡ്, അത് പഞ്ഞിയിൽ വിട്ട് വലിച്ചാൽ ആ ദണ്ടിൽ എത്ര കണ്ട് പഞ്ഞി വെറ്റിപ്പിടിക്കുന്നുവോ അതുപോലെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വേദന അനുഭവിച്ചുകൊണ്ടാണ് അവൻ്റെ റൂഹിനെ പിടിക്കുന്നത്. അവൻ്റെ റൂഹുമായി ആകാശത്തേക്ക് പോകുമ്പോൾ ആ കറുത്ത കരിമ്പടത്തിൽ പൊതിഞ്ഞുകൊണ്ട് റൂഹുമായി ആകാശത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നില്ല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹ് ലഹും അബ്വാബസ് സമാ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ ആയത്തുകളോട് അഹങ്കാര മനോഭാവം സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് ലാ തുഫത്തഹ് ലഹും അബ്വാബസ് സമാ, ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതല്ല, അവിടേക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. അപ്പോൾ ആകാശലോകത്തിൽ നിന്നുള്ള അവർ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ മനുഷ്യൻ, നീ പാപിയാരാണ്? അവൻ്റെ മോശമായ ഒരു പേര് കൊണ്ട് മലക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആകാശലോകത്ത് നിന്ന് അശരീരി ശബ്ദം കേൾക്കുകയാണ്, ഉക്തുബു കിതാബഹു ഫി സിജ്ജീൻ ഫിൽ അർളി സുഫ്ല. പാതാള ലോകത്തുള്ള സിജ്ജീനിൽ ഇവൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുക, അവൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുക, അവന് ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി. ഇങ്ങനെ 2 രൂപത്തിലും 2 വിധത്തിലുമാണ് ആളുകൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു അന്ത്യമാണിത്. നല്ലവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും ഏകനായും കൊണ്ട് ഒന്നും കൊണ്ടുപോവാതെയാണ് ഈ ലോകത്ത് നിന്ന് അവൻ്റെ മടക്കയാത്ര. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 94-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. തീർച്ചയായും നിങ്ങളിതാ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഫുറാദ, നിങ്ങൾ ഒറ്റക്കാണ് വന്നത്. കമാ ഖലഖനാകും അവ്വല മറ, നിങ്ങൾ ആദ്യം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ നിങ്ങളിതാ ഇവിടേക്ക് വന്നിരിക്കുന്നു. ആരും കൂടെയില്ല. അവൻ്റെ പ്രസ്ഥാന ബന്ധുക്കളോ മാതാപിതാക്കളോ കുടുംബക്കാരോ ഒന്നുമില്ല. ഒറ്റക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത്, ആരുമില്ല കൂടെ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുന്നതും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നതും ഒറ്റക്കാണ്. അതിൻ്റെ ഇടയിൽ കുറച്ചു കാലത്തെ ജീവിതമാണ് നമുക്കുള്ളത്.
ആ ജീവിതത്തിലാണ് നമ്മൾ പരസ്പര പകയും പോരും വിദ്വേഷവും പാരവെക്കലുമായിട്ട് ഒരു മോശമായ ജീവിതം നയിക്കുന്നത്. മലയാളത്തിലൊരു കവി അത് അനാവരണം ചെയ്യുന്നുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നെന്തിന് നാം വൃഥ. നമ്മൾ പിറക്കുന്ന നേരത്തും കൂടെ ആരുമില്ല, മരിച്ചു പോകുമ്പോഴും കൂടെ ആരുമില്ല. അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം ഈ ഭൗതിക ലോകത്ത് 50, 60, 70 കൊല്ലം ജീവിക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ പരസ്പരം മത്സരിക്കുകയും പരസ്പരം അങ്ങനെ തന്നെ വിദ്വേഷം വെച്ച് പുലർത്തുകയും ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്നു, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ വന്നിരിക്കുന്നു പരലോകത്ത്. വതറക്കത്തും മാ ഖവ്വൽനാകും വറാ അളുഹൂരിക്കും, ഭൗതിക ലോകത്ത് നിങ്ങൾ അധീനപ്പെടുത്തിയ എല്ലാ വസ്തുക്കളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ വിട്ടേച്ചുകൊണ്ടാണ് വരുന്നത്. സുന്ദരമായ വീട്, സൗന്ദര്യവതിയായ ഭാര്യ, വലിയ വില കൂടിയ വാഹനങ്ങൾ, ലക്ഷങ്ങൾ വരുമാനമുള്ള ബിസിനസ്, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായിട്ടാണ് അവൻ്റെ മടക്കം. അല്ലേ? ഒരാൾ പറയുന്നത് എന്താണ്, ഞാൻ പോയിട്ടില്ലെങ്കിൽ എൻ്റെ ബിസിനസ് സുഗമമായി നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ലീവ് എടുക്കാതെ കൃത്യമായി നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഓടി നടന്ന ആളുകളാണ് നമ്മൾ. അല്ലേ? മതപരമായൊരു കാര്യത്തിന് വിളിച്ചാൽ അവന് സമയമില്ല, ദീനീ പരിപാടികൾക്ക് ക്ഷണിച്ചാൽ തീരെ അവന് നേരമില്ല. അങ്ങനെ ഭൗതിക ലോകത്തിലെ ബിസിനസ്സും കച്ചവടവും വീടും കുടുംബമായിട്ട് ഓടി നടന്ന ആളുകളാണിവൻ. ഇപ്പോൾ അവനും അവൻ്റെ കർമ്മങ്ങളും മാത്രമാണുള്ളത്, വേറെ ആരും അവൻ്റെ കൂടെയില്ല. കുറച്ചു കാലം അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവനെക്കുറിച്ച് ഓർക്കും, പിന്നെ അവർ മറന്നുപോകും. അങ്ങനെ അവൻ കാലയവനികൾക്കുള്ളിൽ മാഞ്ഞു പോവുകയാണ്. അവൻ്റെ ബിസിനസ് അതിനേക്കാൾ ഉഷാരമായിട്ട് അവൻ്റെ മക്കൾ നടത്തുന്നില്ലെങ്കിൽ വേറെയുള്ളത് നടത്തും. അവൻ്റെ ഭാര്യ ചിലപ്പം വേറൊരുത്തൻ്റെ ഭാര്യ വേറെ ആൾ വിവാഹം കഴിക്കും. അവൻ്റെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ മക്കളുടെ മാറ്റുകയാണ്. അപ്പോൾ ഇത്രയും കാലം നീ സമ്പാദിച്ചത്, നീ സ്വന്തമെന്ന് വിചാരിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി നിനക്ക് ബാക്കിയുള്ളതെന്താ? നീയും നിൻ്റെ കർമ്മങ്ങളും മാത്രമാണ്. ഇത്രയും കാലം നാം നോക്കി നടത്തിയിരുന്നത് എല്ലാം അനന്തരാവകാശിയുടെ സ്വത്തായിരുന്നു, അനന്തരാവകാശികൾക്ക് കൈമാറേണ്ട സ്വത്തായിരുന്നു നിങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അത് കൈമാറപ്പെട്ടു. റസൂലുള്ളാഹി ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് അനന്തരാവകാശിയുടെ സ്വത്ത് സ്വന്തം സ്വത്തിനേക്കാൾ ഇഷ്ടപ്പെടുക? അയ്യുക്കും മാലു വാരിസി അഹബ്ബു ഇലൈഹി മിൻ മാലിഹി, സ്വന്തം ധനത്തേക്കാൾ അനന്തരാവകാശിയുടെ ധനം ആരാണ് ഇഷ്ടപ്പെടുക എന്ന്. ഇപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി ഞങ്ങളിലൊരാളും തന്നെ അവൻ്റെ അനന്തരാവകാശിയുടെ സ്വത്ത് ഇഷ്ടപ്പെടുന്നില്ല, അവൻ്റെ സ്വത്താണ് ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്ന മാലഹു മാ ഖദ്ദമ, അവൻ്റെ ധനം എന്ന് പറഞ്ഞാൽ അവൻ ഭൗതിക ലോകത്ത് ചെയ്തു വെച്ച നല്ല കർമ്മങ്ങളാണ്. ഓ മാലു വാരിസിഹി മാ അഖറ, അവൻ മരിച്ചു പോകുമ്പോൾ ഇവിടെ ഇട്ടേച്ചു പോകുന്ന സ്വത്താണ് അനന്തരാവകാശിയുടെ സ്വത്ത്. സത്യത്തിൽ ഒരാളുടെ ധനം എന്ന് പറഞ്ഞാൽ അവൻ ഭൗതിക ലോകത്ത് വെച്ച് അനുഭവിച്ചതാണ് അവൻ്റെ ധനം. അതുപോലെ തന്നെ പരലോകമോക്ഷത്തിന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ ധനത്തിൽ നിന്ന് സക്കാത്തും സദക്കയും പാവങ്ങൾക്ക് സഹായിച്ചെന്ന്, അതാണ് അവൻ്റെ ധനം. ബാക്കിയുള്ളതെല്ലാം അനന്തരാവകാശികൾക്ക് ഓരി വെക്കാൻ ഉള്ളതാണ് എന്ന് റസൂലുള്ളാഹി അർത്ഥസംഗമക്കിടമില്ലാതെ പറഞ്ഞു. യഖൂലു ഇബ്നു ആദം മാലി മാലി, മനുഷ്യന്മാരിങ്ങനെ പറയുന്നു, എൻ്റെ ധനം എൻ്റെ ധനം, ഇതെൻ്റെ ധനം നഷ്ടപ്പെടുമല്ലോ, എൻ്റെ ധനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. വഹല്ലക യാ ഇബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അക്കൽത ഫഅഫ്നൈത, ഓ മനുഷ്യപുത്ര, നിൻ്റെ ധനത്തിൽ നിന്ന് നിനക്കെന്താണുള്ളത്? നീ നല്ല ഭക്ഷണം കഴിച്ചാൽ അതെനിക്ക് ലഭിച്ചു. ഔ ലബിസ്താഫ അബിലയിത്ത, നല്ല വസ്ത്രം ലഭിച്ചാൽ അതെൻ്റെ ധനമാണത്, അതിന് അനുഭവിച്ചു. അതൊക്കെ ഭൗതിക ലോകത്ത് അവൻ എന്തൊക്കെ ആസ്വദിക്കുന്നു അത് അവന് കിട്ടി. നല്ല ഭക്ഷണം കഴിച്ചാൽ അത് അവന് കിട്ടി, നല്ലൊരു വീട്ടിൽ താമസിച്ചാൽ അത് കിട്ടി, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്താൽ അത് കിട്ടി. ഔ തസദ്ദഖ്ത ഫഅംലൈത, അതുപോലെ പരലോകത്തിലേക്ക് വേണ്ടി നിൻ്റെ ധനത്തിൽ നിന്ന് ദാനധർമ്മം ചെയ്തു, സദക്കകൾ കൊടുത്തു, പാവങ്ങളെ സഹായിച്ചു, അതിന് പരലോകത്തിലെ നിൻ്റെ ധനമാണത്, അതാണ് നിൻ്റെ ധനം, അത് പരലോകത്തിലേക്ക് ഇനി ഉപകാരപ്പെടും എന്നാണ്. ബാക്കി നീ അവിടെ ഡെപ്പോസിറ്റായി ബാങ്ക് ബാലൻസായി വെച്ചിട്ടുള്ളതെല്ലാം തന്നെ അനന്തരാവകാശിയുടെ ധനമാണ്. പക്ഷെ ആ ഡെപ്പോസിറ്റ് ധനമാണ് നീ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. നിൻ്റെ സ്വന്തം ധനം നീ ഇഷ്ടപ്പെടുന്നില്ല. മര്യാദയ്ക്കും ഭക്ഷണം കഴിച്ചില്ല, വസ്ത്രം ധരിച്ചില്ല, നല്ലൊരു വാഹനത്തിലും യാത്ര ചെയ്തില്ല, അവിടെയൊക്കെ പിശുക്ക് കാണിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ ധനം അനന്തരാവകാശിയെ കൊടുത്തു. അവൻ്റെ ധനം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അവൻ ജീവിതത്തിൽ അനുഭവിച്ചതും പരലോകത്തിന് വേണ്ടി അവൻ സദക്കയും ധർമ്മം ചെയ്തതാണ് അവൻ്റെ ധനം എന്നുള്ളത്. ഈ ഒരു സമീപനമാണ് ധനത്തോട് നമുക്കുണ്ടാവേണ്ടത്.
സൽക്കർമ്മനിരതമായ ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് നല്ല രൂപത്തിൽ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് മരണപ്പെട്ടു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. ഒരു നല്ല പര്യവസാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഭൗതിക ലോകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല നിലയിലായിത്തീരണം, അതിന് നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു കച്ചവടം തുടങ്ങി, ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ വേറെ എന്തൊരു സ്ഥാപനം തുടങ്ങി, അതൊക്കെ നല്ല നിലയിൽ പ്രവർത്തിക്കണം, നന്നായി പര്യവസാനിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെ മക്കൾ വളർത്തി വലുതാക്കി നല്ല നിലയിലായിത്തീരണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൾ ഗൾഫ് പോയി 20 കൊല്ലം അവിടെ ചിലവഴിച്ച് നാട്ടിലേക്ക് വരുമ്പം ഏതെങ്കിലും കേസിൽ കുടുങ്ങി അവനെ ശിക്ഷിച്ച് തല മൊട്ടയടിച്ച് പറഞ്ഞയക്കുന്നൊരവസ്ഥ ഉണ്ടാകും. മോശമായ പര്യവസാനമാണ്. അവൻ ജീവിച്ച നല്ല രൂപത്തിൽ നല്ല ഇമേജിൽ അവിടുന്ന് പോരാൻ പറ്റണം. എല്ലാവരും യാത്രയൊക്കെ കൊടുത്ത് നല്ലൊരു രൂപത്തിൽ പോരാൻ പറ്റണം. അതേമാതിരി ഈ ഭൗതിക ലോകത്ത് 60-70 കൊല്ലം ജീവിച്ച് ഒരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്തിലെ ജീവിതം അവസാനിച്ചു കൊണ്ട് പോകുമ്പോൾ ഇവിടുന്ന് നല്ലൊരു പര്യവസാനം അവൻ നല്ല രൂപത്തിൽ പോകാൻ കഴിയണം. ഖുർആൻ അതിന് പറഞ്ഞ ഹുസ്നുൽ ഖാത്തിമ, നല്ല രൂപത്തിൽ ഇവിടുന്ന് പോകാൻ കഴിയണം. മദ്യപിക്കുന്നവനായി, വ്യഭിചരിക്കുന്നവനായി, അക്രമം നടത്തുന്ന അവസ്ഥയിലുള്ള മരണം, അല്ലേ? അത്തരം അവസ്ഥയിലൊക്കെ മോശമായ പ്രവർത്തികൾ ചെയ്യുന്ന അവസരത്തിൽ മരിച്ചു പോയാൽ എന്തായിരിക്കും എന്താ അവസ്ഥ? അപ്പോൾ ഒരു പുരുഷായുസ് ഒരു 60-70 കൊല്ലം കർമ്മങ്ങൾ ചെയ്ത് ചേർത്ത ആ സന്തോഷത്തിൽ ചാരിതാർത്ഥ്യത്തോട്, സമാധാനത്തോട്, ശാന്തിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ അവന് കഴിയണം. പടച്ചവനോടുള്ള കടപ്പാടുകൾ കൃത്യമായി അവൻ നിർവഹിക്കണം. നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ അവൻ ചെയ്യണം. സമൂഹത്തോടും സഹജീവികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. പാവപ്പെട്ടവരെയും അവശരെയും ദുരിതമകറ്റാൻ വേണ്ടി പ്രവർത്തിക്കണം. രോഗികൾക്കും വയോവൃദ്ധർക്കും അവൻ തുണയായി വർത്തിക്കണം. ഇങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടത്. സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? അവൻ്റെ ശരീരം കൊണ്ട് സഹായിക്കണം. പാലിയേറ്റീവിനൊക്കെ പോവുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെയുള്ള സഹായങ്ങൾ ശരീരം കൊണ്ട് ആരോഗ്യമുള്ളവർക്ക് ചെയ്യാം, കാശില്ലെങ്കിലും. റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു മഅറൂഫിൻ സദഖ. നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കർമ്മങ്ങളും അതൊക്കെ ധർമ്മങ്ങളായി പരിഗണിക്കും. എന്ത് നല്ല കർമ്മം ചെയ്താലും അത് ധർമ്മങ്ങളാണ്. ഇങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ഗുണകരമാക്കി തീർക്കുന്ന ആളുകൾക്ക് നല്ല ഒരു അന്ത്യമുണ്ടാകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മംഗളാശംസകൾ, അവർക്ക് ആശംസകൾ നേടിയാണ് അള്ളാഹു. വഹുസ്നു മആബ്, അവർക്ക് നല്ല പര്യവസാനമാണ് അവർക്കുള്ളത് എന്നാണ്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സൂറത്ത് യൂസുഫ് നമുക്ക് കാണാം. തവഫനി മുസ്ലിമൻ വഅൽഖിനി ബിസ്വാലിഹീൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. പടച്ചോനെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. മുസ്ലിമായിട്ടാണ് ഞാൻ ജനിച്ചത്, മുസ്ലിമായിട്ടാണ് ജീവിച്ചത്. പക്ഷേ ഈ വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന മുസ്ലിമാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. മുസ്ലിമായി തന്നെ മരിപ്പിക്കണം. വഅൽഖിനി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മോശമായൊരു അന്ത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അള്ളാഹുവിനോടും സമൂഹത്തോടുമുള്ള കടപ്പാടുകൾ മറന്ന് സ്വാർത്ഥനായി ജീവിക്കുക, ഭൗതിക സുഖാഡംബരങ്ങളിൽ മുഴുകി അതുമാത്രം മുഖ്യ ലക്ഷ്യമായി ജീവിക്കുക, പാപങ്ങൾ ചെയ്യുക, അത് പ്രവർത്തിക്കുക, അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവാതിരിക്കുക, അങ്ങനെ മരണപ്പെട്ടു പോവുക. തെറ്റിൻ്റെ അവസ്ഥയിൽ മരിച്ചു പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാവരുത്. അവർക്ക് മോശകരമായ മടക്കമാണത്. വൈനലി ത്വാഗീന ലശർറും ആബ് എന്ന് സൂറത്ത് സ്വാദിൽ അല്ലാഹ് പറയുന്നുണ്ട്. അതിക്രമികളായ അഥവാ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മറന്ന് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച അക്രമകാരികളായ ആളുകൾക്ക് മോശമായ ഒരു മടക്കമാണ്, മോശമായ പര്യവസാനമാണ് ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇതേമാതിരി ഒരു അന്ത്യം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാവരുത്. നല്ല രൂപത്തിൽ, നമ്മുടെ സന്തോഷകരമായ രൂപത്തിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മുടെ ചുറ്റും കൂടി നിന്ന് അവരൊക്കെ കാണുകയെ നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലിയും കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിയും കൊണ്ട് മരണപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നമ്മുടെ അമലുകളെല്ലാം സ്വാലിഹായ ഒരു കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ.
അവരെ നമ്മയുമൊക്കെ നാളെ പരലോകത്ത് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.